12-ാം നൂറ്റാണ്ടിലുള്ള ഗ്രന്ഥങ്ങളിലൊന്നും പ്രേതകലശത്തെക്കുറിച്ച് പറയുന്നില്ല. 20-ാം നൂറ്റാണ്ടിന് ശേഷമാണ് പ്രേതകലശത്തെക്കുറിച്ച് ശരിക്കും പറയുന്നത്. അത് വെച്ച് പ്രേതത്തെ പുനരുജ്ജീവിപ്പിക്കാൻ പറ്റും. മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് എന്നിൽ കൂടുതലായിട്ടുള്ള സ്വാധീനം ചെലുത്തിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ നാടിന് ഏറ്റവും ഒരു അപമാനമാണിത്. ഒരു വേറെ രാജാവ് കുറച്ച് ആൾക്കാർ സാമൂതിരിയുടെ ആൾക്കാർ വീട് കയറുന്ന നിലപാടിൽ നിന്നുള്ള രാജാവിനെ വെട്ടിക്കൊല്ലുകയാണ്. ഈ വള്ളുവനാടിൻ്റെ ഭൂഗർഭത്തിൽ ഉണ്ടാവുന്ന വെള്ളം കുടിച്ച് വെള്ളുന്ന ഇപ്പോൾ എനിക്ക് പറയുമ്പോൾ തന്നെ രോമാഞ്ചം വരുന്നുണ്ട്. ഞാൻ ഈ സമ്പ്രദായത്തിലുള്ളവനല്ല, പക്ഷെ ഞാനിപ്പോൾ ആചരിക്കുന്നത് ആ കളരി വീരന്മാരുടെ വിദ്യ ആയതുകൊണ്ട് ആ പാത്രസാമ്യത്തിലെ പാത്രം സ്വീകരിച്ച കാരണമാണ് നമുക്ക് ഈ ശൗര്യം വരുന്നത്. നമസ്കാരം. ബാലകൃഷ്ണ പൈ എന്നറിയപ്പെടുന്ന ബാലു എന്ന് ഞങ്ങളെല്ലാം ഇഷ്ടത്തോടെ വിളിക്കുന്ന ആളാണ്. കൊളപ്പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. ചെറുപ്പക്കാർ അധികം കടന്നു വരാത്ത എന്ന് പലരും ധരിച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. താന്ത്രികം അല്ലെങ്കിൽ പൂജ ദേവത എന്നൊക്കെ പറയുന്ന അതിലേക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ധൈര്യപൂർവ്വം നിവർന്നു ഞാൻ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്ന ചെറുപ്പക്കാരനാണ്. ഏറെ പ്രതീക്ഷയുണ്ട്. എന്താ ഈ ഒരു വരവിൻ്റെ ഉദ്ദേശം? അത് അറിഞ്ഞുകൊണ്ട് വന്നതല്ല, പിന്നെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല അതിൽ. അപ്പോൾ ദേവത പിടികൂടിയ ആൾ അല്ലേ? എന്നുവെച്ചാൽ എൻ്റെ ഗുരുനാഥനെ കാണുന്നതോടുകൂടിയാണ്, എൻ്റെ 17 വയസ്സിൽ എൻ്റെ ഗുരുനാഥനെ കാണുന്നതോടുകൂടിയാണ് ഞാൻ ഇതിലേക്ക് ആരംഭം തുടങ്ങുന്നത്. അതെന്ന് വെച്ചാൽ നമ്മൾ പഠനകാലത്തൊക്കെ വളരെ മോശപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നു. അച്ഛനമ്മമാരൊക്കെ ഒരുപാട് എന്താ പറയുക ഇടിച്ചിട്ടും കുത്തിയിട്ടൊക്കെയാണ് നമ്മളെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവന്നുള്ളത്. എന്നിട്ട് വന്നോ? അതായത് നാണക്കേടില്ലാത്തൊരു മാർക്കൊക്കെ മേടിക്കാൻ പറ്റി 10ാം ക്ലാസ്സിലും +2ലും, അത്രേ ഉള്ളൂ. അന്നും കളി തന്നെയാണ് നമുക്ക് കൂടുതലുണ്ടായിരുന്നത്. അപ്പം അന്നത്തെ കാലഘട്ടത്തിലും എന്താ പറയുക, വീട്ടിലെ അച്ഛൻ കുറച്ച് ചിട്ട കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു. ആ ഗൗഡസാരസ ബ്രാഹ്മിൻസിൻ്റെ, ഞങ്ങൾ ഗൗഡസാരസ ബ്രാഹ്മിൻസാണ്. അപ്പോൾ ആ ചിട്ട കുറച്ചൊക്കെ അച്ഛൻ പാലിക്കായിരുന്നു. എന്നാൽ അമ്മ വളരെയധികം ഫ്രീഡം ഉള്ള ആളായിരുന്നു. അമ്മ അങ്ങനെ തൊഴുന്നതോ പ്രാർത്ഥിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അങ്ങനെ സഹസ്രനാമം ചൊല്ലുന്നതോ നാമം ചൊല്ലുന്നതോ അങ്ങനത്തെ വീടൊന്നും ആയിരുന്നില്ല. ഒരു എന്താ പറയുക സ്വാഭാവിക കഴിഞ്ഞു പോയിട്ടുള്ള ഒരു രീതിയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അന്നേ അച്ഛൻ അതുകൊണ്ട് ഈ മത്സ്യമാംസാദികളൊന്നും ചെറുപ്പത്തിലേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അച്ഛൻ കുറച്ച് ചിട്ടുള്ള ആളായിരുന്നു. അത് അവർ തിരുപ്പതി വെങ്കടാചലപതിനെ വെച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. ഞാനൊരു 17 വയസ്സിൽ എനിക്കൊരു +2ൻ്റെ ആ വെക്കേഷൻ സമയത്ത് ഞാനൊരു ആർമി സെലക്ഷൻ കിട്ടി ഇവിടുന്ന് പോവുകയാണ്. അതിന് ശേഷം അതൊന്ന് ഫെയിലായി. ഒരു മാസം അവിടെ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഇറങ്ങി വന്നു. വെച്ചാൽ ഒരു കാലിനൊരു പരിക്ക് പറ്റിയിട്ട് തിരിച്ചു വരേണ്ടി വന്നു. അതെന്താ പരിക്ക് പറ്റാൻ കാരണം? അത് ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ സംഭവിച്ചതാണ്. അല്ല, അവിടെ സൈന്യത്തിലല്ല ചേരേണ്ടത് തീരുമാനിച്ച പ്രകൃതി അവിടെ വന്നതുകൊണ്ടാണല്ലോ സംഭവിച്ചത്. അതെ. അതിൻ്റെ ഒരു കഥ പറയൂ. ഒരു പരിക്ക് പറ്റി തിരിച്ചു വന്നു. അതാണ് എല്ലാവരും എന്താ പറയുക, പട്ടാളത്തിൽ കയറാൻ വേണ്ടിയിട്ടല്ലേ കാശ് കൊടുക്കുക, നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് കാശ് കൊടുക്കുക എന്നുള്ള ഗതികേടായി. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട്. അപ്പോൾ ഞാനങ്ങനെ കാശ് കൊടുത്ത് ജോലി കളഞ്ഞ ഒരാളാണ് റെയിൽവേയിൽ നിന്ന്. അത് ശരി. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നത് കളയാനേ പാട്, കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടിയാൽ ഈസി ആയിട്ട് കിട്ടും ജോലി. അതെ, ഇറങ്ങിപ്പോരാനാണ് ഇറങ്ങിപ്പോരാനെ പാട്. അതെ. അങ്ങനെ നാട്ടിൽ വെറുതെ നടക്കേണ്ട ഒരു കാലഘട്ടം വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കാലം. അപ്പോൾ ആ സമയത്ത് വീട്ടുകാരിലും നാട്ടുകാരിലൊക്കെ ഒരുമാതിരി നിരാശ, നമുക്ക് സ്വയം നിരാശ വരുമല്ലോ. അങ്ങനെ നടക്കുന്ന സമയത്ത് ഞാനൊരു അന്നേ ഹനുമാൻ ഭക്തനായിരുന്നു. ഹനുമാൻ്റെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ മനോജപം മാരുതത്തിൽ വേഗം, അത് ഞാൻ കണ്ടമാനം ജപിച്ചിട്ടുള്ളൊരു മന്ത്രമാണത്. അപ്പോൾ അന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് നേരിട്ട് വരും, നമുക്ക് വേണ്ട ഫലങ്ങളൊക്കെ മറ്റേ കലണ്ടറിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുള്ളൊരു കൺസെപ്റ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു മുള്ളൂർക്കരയിലുള്ള ഒരു അശോകേട്ടൻ, ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. അവിടെ ചെന്ന് ഹനുമാൻ ക്ഷേത്രത്തിൽ ഭജനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വിളക്ക് വയ്ക്കാനും കാര്യങ്ങളൊക്കെ പോവും. അവിടെ വെച്ചിട്ടാണ് ഗുരുനാഥനെ പരിചയപ്പെടുന്നത്. അപ്പോൾ അവിടെ ഹനുമാൻ സ്വാമിയുടെ ദേഹത്ത് തുള്ളി വരും ഈ അശോകൻ്റെ. അപ്പോൾ അശോകട്ടനാണ് പ്രവചനത്തിന് പറഞ്ഞത്, നീ ഇന്നാളെടുത്ത് പോയാൽ മതി, അദ്ദേഹം നിന്നെ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞത്. അദ്ദേഹം എന്നോട് പറഞ്ഞത് പട്ടാളത്തിൽ ജോലി തിരിച്ചു കിട്ടുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഒരു ചരടൊക്കെ കൈ കെട്ടിയിട്ട് രണ്ടാമതൊന്ന് ശ്രമിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശ്രമിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് പോയാൽ. പൊതുവെ എനിക്ക് എന്താ പറയുക വേർപ്പിൻ്റെ അസുഖമുണ്ട്, കഷ്ടപ്പെടാൻ വയ്യ. ഈ പട്ടാളത്തിൽ എന്നെ സംഭവിച്ചത്. വേണമെങ്കിൽ നമുക്കതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ കയറി വരാം. അവിടെ എന്താ പറയുക ഓട്ടം ചാട്ടം, രാവിലെ എഴുന്നേക്കണം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ്. വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സുഖമായിട്ട് ഉറങ്ങുന്ന സമയമാണ് ഒരു 12 മണി മുതൽ ഒരു 2 മണി വരെയൊക്കെ. അത് കഴിഞ്ഞ ആ സമയത്ത് നമ്മൾ ഒന്ന് ഉറക്കം പിടിച്ചു വരുന്ന സമയത്ത് ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ജീവിതം തന്നെ ആയിട്ടോ. അല്ല, അത് അങ്ങനെ എന്താണ് നമ്മൾ വേണ്ടത് പറഞ്ഞാൽ അതാണ് നമുക്ക് തരാം. അതെ. ബ്രാഹ്മ മുഹൂർത്തത്തിലാണ് ഇന്ന് എല്ലാ ജീവിതവും തന്നെയായി. എന്നിട്ട് ഇപ്പോൾ ഇന്നൊരു 11 മണിക്ക് ശേഷം ഉച്ചയ്ക്ക് 11 മണിക്ക് ശേഷം കിടന്നുറങ്ങിയിട്ട് പുലർച്ചെ ഒരു 2 മണി മുതൽ ഉണർന്നിരിക്കുന്ന ജോലിയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അതായത് എന്ത് ശാപമാണ്? ആ പട്ടാളക്കാരുടെ ശാപമായിരിക്കും സർ. അപ്പോൾ എനിക്കിങ്ങനെ വയ്യാൻ തീരുമാനിച്ചപ്പോൾ അതന്നെ ചെയ്യുന്നത്. ജീവിതം മാറി വന്നാണ്. അപ്പോൾ ചെറുപ്പത്തിലൊരു മടിയുള്ള സ്വഭാവമായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. മടിയാണ് നമ്മുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഈ ഫോൺ അഡിക്ഷനും അങ്ങനത്തെ കാര്യങ്ങളും എനിക്ക് ഇത് ഭയങ്കര ഇതാണ്. എന്താ പറയുക, സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇതാണ്. അത് തന്നെയാണ് എനിക്ക് കുറച്ച് ജ്ഞാനസമ്പാദനത്തിനുള്ളൊരു വഴിയും കൂടി. എന്നുവെച്ചാൽ ലോകത്തെ മൊത്തത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം, നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ജ്ഞാനത്തിനുള്ള മാർഗ്ഗമാണ്. വേണ്ടാത്ത രീതിയിൽ ഉപയോഗിച്ചാൽ ജീവൻ നശിക്കാനും മതി. അപ്പോൾ ഒരു മടിയുള്ള കൂട്ടത്തിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ മടിയെല്ലാം കളഞ്ഞത് പട്ടാളക്കാരനാണ്.
ആ ഒരു ട്രെയിനിങ്, അതിലൊരു മാസം ട്രെയിനിങ് എനിക്ക് നല്ല ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് അവിടെ ഒന്ന് പോയി പുസ്തകം കൊണ്ടുവന്നപ്പോൾ ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കി കിട്ടി. എന്തായാലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത്, അഡിക്റ്റ് ആവരുത്, ഫോൺ ഉപയോഗിക്കരുത് എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ചെറുപ്പക്കാരുടെ പ്രതിനിധിയായിട്ട് അത് ഉപയോഗിച്ച് അതിലൂടെ അറിവ് സമ്പാദിക്കണം. ഒരുപാട് അറിവ് എനിക്ക് കിട്ടിയ വലിയ ബന്ധങ്ങൾ. ഇപ്പോൾ നമ്മുടെ ശിവനാഥ് യോഗി എന്ന് പറഞ്ഞിട്ട് ഒരു മഹാമേരു പർവ്വതമുണ്ട്. അദ്ദേഹത്തിന് എനിക്ക് കിട്ടിയതൊക്കെ എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ, അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, കാര്യങ്ങളൊക്കെ ഞാൻ സോഷ്യൽ മീഡിയ കൂടെ ഇല്ല, വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ടില്ല, മനസ്സിലാക്കുക. പിന്നെ ഒരുപാട് മഹാന്മാരായിട്ടുള്ള വ്യക്തികളെ എനിക്ക് പരിചയപ്പെട്ടതൊക്കെ, എനിക്ക് ഒരു ഗുരുതുല്യരായിട്ടും സ്വന്തം ഏട്ടൻ്റെ പോലെയൊക്കെ കാണുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ കിട്ടിയത് എനിക്ക് സോഷ്യൽ മീഡിയ കൂടെ തന്നെയാണ്. അപ്പോൾ ഈ കാലത്തിൻ്റെ ആവശ്യമാണ്. നമ്മുടെ ഇവിടെ ശരത്തേട്ടൻ പറയുമല്ലോ, ഒരു രാഹുവാണ് ഇതിൻ്റെ കാരകം എന്ന് പറയും, ഈ മൊബൈലിൻ്റെയും കാര്യത്തിൻ്റെയൊക്കെ, അറിവിൻ്റെ ഒക്കെ രാഹുവാണ് അത്ര. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ രാഹുവിന് അതിപ്രസരം കൂടുതലാണ് അത്ര. അതുകൊണ്ടാണ് കുട്ടികൾ വഴിതെറ്റണത്. ഇത് തന്നെ ഒരു ആത്മഹത്യക്കും കാരണമാവുന്നുണ്ട്, ഇത് തന്നെ ഒരു ആത്മജ്ഞാനത്തിനും കാരണമാവുന്നുണ്ട്. ഇതേ മൊബൈലും കാര്യങ്ങളൊക്കെ നമ്മൾ അതിനെ ഉപയോഗിക്കണം. ടെക്നോളജി ഓരോ ആധുനിക കാലഘട്ടത്തിൽ അതിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കണം. നിലയം വേണോ ആറ്റം ബോംബ് വേണോ നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ കയ്യിൽ കിട്ടുന്ന ആയുധം പോലെയാണിത്. എന്തും തരുന്ന ഒരു കുടത്തിൽ നിന്നൊരു ഭൂതത്തെ പോലെയാണ്. അപ്പോൾ സമൂഹത്തെ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു ഗുരുവിൻ്റെ കയ്യിൽ പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു വിദ്യ നമുക്ക് കിട്ടിയിട്ടുണ്ടോ, ഇതൊന്നുമല്ല വിഷയം. ഇത് നമ്മൾ സമൂഹത്തിലേക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു, നമ്മൾ എന്താണെന്നുള്ളത് അതിലാണ് അറിയുക. അപ്പം ഞാനൊരു 17 വയസ്സിൽ ഗുരുനാഥനെ കണ്ടു. അതിനുശേഷമാണ് ജീവിതത്തിലൊരു മാറ്റം വരുന്നത്. ഞാൻ ഇന്നേ വരെയിൽ കണ്ടതിലെ ഒരു പുരുഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഉണ്ടായിരുന്നത്. ഒരു ആണരുത്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഗുരുനാഥനാണ്. ഇന്നും എനിക്ക് ഒരുപാട് ഗുരുനാഥന്മാരുണ്ട്, പല വിദ്യകളും പല ഇതുണ്ട്. അദ്ദേഹത്തെ പോലെ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ഒരു പഴയനൊരു അമ്പലത്തിൽ വെളിച്ചപ്പാടായിരുന്നു, മധുസൂദനൻ എന്നായിരുന്നു. മാങ്ങോട്ട് മധുസൂദനൻ എന്നായിരുന്നു പറയും, വേട്ടക്കരൻ്റെ വെളിച്ചപ്പാടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നും ഒരു കാണുന്ന അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഞാൻ പിന്നെ ജീവിതത്തിൽ ഇന്നവരെ കണ്ടിട്ടില്ല. മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് എന്നിൽ കൂടുതലായിട്ടുള്ള സ്വാധീനം ചെലുത്തിക്കൊണ്ടിരുന്നത്. ജീവിച്ചിരിക്കുന്ന സമയത്ത് അതൊരു മനുഷ്യ ജന്മമായിട്ട് എനിക്ക് കണക്കാക്കിയിട്ടുള്ളൂ, ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ, എൻ്റെ മുമ്പിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ച ശേഷമാണ് ആ ആത്മാവിൻ്റെ ശക്തി എന്താണെന്ന്, ഈ ആത്മാവ് എന്നുള്ള വാക്കൊക്കെ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. അദ്ദേഹത്തിനെ കുറിച്ച് കുളത്തിൽ മുങ്ങിയിട്ട് അപ്രത്യക്ഷമായ ചില വിഗ്രഹങ്ങളെല്ലാം കണ്ടെടുത്തതായിട്ട് ഒരു ചിലമ്പെടുത്ത കടയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല, പക്ഷേ ഇപ്പോൾ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് പലത് അനുഭവമാണ് പല കാര്യങ്ങളിലും, അമാനുഷികമായുള്ള പല കാര്യങ്ങളും. പിന്നെ ഞാനിതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനൊരു വിഷയത്തിന് മുമ്പിലോ അല്ലെങ്കിൽ എൻ്റെ കീഴിൽ പഠിക്കുന്ന കുട്ടികളോട് ഞാനത് പറയാറില്ല. എന്നാൽ എൻ്റെ ഗുരുനാഥനെ എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് ഞാൻ വിശ്വസിച്ചിട്ടില്ല. അദ്ദേഹം വെറുതെ അപമാനിക്കപ്പെടുക ചെയ്ത്. ഈ കഥകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഇത് അനുഭവിക്കാത്തടത്തോളം ഇത് വെറും കഥകളാണ്. എനിക്ക് അനുഭവമില്ലാത്തൊക്കെ കെട്ടുകഥ എന്നാണ് പറയാം. തീർച്ചയായിട്ടും അത് വളരെ വലിയൊരു സത്യമാണിത്. അങ്ങനെ ആയിരിക്കണം. അങ്ങനെ ആയാൽ മാത്രമാണ് നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റൂ. ഈ ഒരു എന്താ പറയുക, ഈ പൂജാ വീട്ടിലായിക്കോട്ടെ, ഈ ആത്മീയതയിലായിക്കോട്ടെ, ഒരു നൂൽപ്പാലേ ഉള്ളൂ അത്രേ. ഈ വിശ്വാസനും അന്ധവിശ്വാസനും നമ്മൾ ഒരു നൂൽപ്പാല. എവിടെയെങ്കിലും കോമൺ സെൻസ് തൊലഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. നമ്മൾ വലിയൊരു ഹാലോസിനേഷനിൽ പോയി പെടും. അങ്ങനെ ഒരുപാട് പേര് വിട്ട് ജീവിതം മൊത്തം പോകുന്നുണ്ട്. ഉപാസന എന്നൊക്കെ പറഞ്ഞ് കിളി പോയി നടക്കുന്ന ആൾക്കാരെ കണ്ടു. തീർച്ചയായിട്ടും. അപ്പോൾ ഒറ്റ കാര്യമല്ല കണ്ടു, ഉപാസന എന്ത് ചെയ്താലും ശരി അത് സമൂഹത്തിൽ എങ്ങനെ ഉപയോഗപ്പെടുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. അതാണ്. ഇപ്പോൾ ഗുരുനാഥനെ കണ്ടതിന് ശേഷം അത്യാവശ്യം എന്താ പറയുക, കൂടെ നിന്ന് പൂജ പഠിക്കലല്ല ഉദ്ദേശം, എനിക്കെൻ്റെ വരുമാനമായിരുന്നു ഉദ്ദേശം. കാരണം എന്തെങ്കിലും നമ്മൾ മനസ്സിലാക്കില്ല, ഒരു 17-18 വയസ്സുള്ള ആൾ, അച്ഛൻ സാധാരണ ഒരു ഡ്രൈവറാണ്. അദ്ദേഹത്തിന് ആ സമയത്തൊക്കെ വയ്യാതായി തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ട് അമ്മ ചോറൊക്കെ തരുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ട് ഗ്ലാസ്സൊക്കെ വെക്കും. ചിലപ്പോൾ എന്താ പറയുക, ഉള്ളിക്കൂടെ ഒരു ദണ്ടച്ചോറ് എന്നൊക്കെ പറയില്ലേ. അച്ഛൻ കഷ്ടപ്പെട്ടിട്ടാണ് അച്ഛൻ്റെ വയ്യാണ്ട് എടുക്കുന്നത്, നീ ഇങ്ങനെ സുന്ദരനായി നടന്നോന്ന്. അന്ന് എനിക്ക് മറ്റേ സിനിമയിൽ കാരണം എന്നൊക്കെയാണ് ആഗ്രഹം. പട്ടാളത്തിലെ ജോലിയും കളഞ്ഞ് അതുപോലെ അങ്ങനെയാണ്. അപ്പോൾ അന്ന് സൗന്ദര്യം വരുമല്ലോ, കാരണം വെറുതെ ഇരുന്ന് തിന്നാണല്ലോ. ഈ പാപം മനുഷ്യൻ കഷ്ടപ്പെട്ട് വെറുതെ തിന്നാണല്ലോ, സൗന്ദര്യമൊക്കെ നല്ലോണം വരും. അപ്പോൾ സിനിമ കാരണം, സീരിയല് കാരണം, അങ്ങനെ ഒരു പട്ടാമ്പി കേബിളൂഷൻ, ഷൊർണൂർ കേബിളൂഷൻ എന്നൊക്കെ പറഞ്ഞ പരിപാടിയിലൊക്കെ ഈ അവതാരകനായിട്ട് തുടങ്ങി. ഫോണൊക്കെ വിളിച്ചിട്ട് ഏത് പാട്ട് വേണമെന്നൊക്കെ ചെയ്യുന്ന പരിപാടിയില്ല. അതിലൂടെ സിനിമയിൽ അങ്ങോട്ട് കയറി പിടിക്കാം, സംവിധായകന്മാർ ക്ഷണിക്കും എന്നുള്ളൊരു അല്ലേ. അതെ. അങ്ങനെയൊക്കെ ഒരു ഭാവത്തിൽ ഒരു കുറേ കാലങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗുരുനാഥൻ്റെ അടുത്ത് പോയതിനു ശേഷമാണ് നമ്മൾ സമൂഹത്തിൽ നിന്ന് അകലാൻ തുടങ്ങിയത്. കുറേശ്ശെ ഉൾവലിയാൻ തുടങ്ങി. അവിടുത്തെ ജീവിതം നല്ല രസമാണ്. ഗുരുനാഥൻ്റെ വീട്ടിൽ നല്ല രസമാണ്. വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. ഒരു പഴയനൊരു അമ്പലത്തിനോട് ചേർന്ന് ചെറിയൊരു റൂമുണ്ട്, അതിനെ ചുള്ള ഒരു അടുക്കളയുണ്ട്. അവിടെ കഴിയുക, അത്യാവശ്യം ഭക്ഷണമൊക്കെ വെച്ച് കഴിക്കും. ചിലപ്പോൾ 2 നേരമായിരിക്കും ഭക്ഷണം. പക്ഷേ സന്തോഷമായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ. അത്യാവശ്യം പൂജയ്ക്ക് പോവുക, കാശ് കിട്ടും. വേറെ കാര്യം എന്ന് വെച്ചാൽ പരികർമ്മയായിരിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് ടെൻഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ പത്മിടും എന്ന് പറയുമ്പോൾ അവിടെ പത്മിടും, ഇവിടെ ഒരു കളം ഭരിക്കും, അവിടെ കളം ഭരിക്കും, ഒരു പായസം ഉണ്ടാക്കുന്ന പായസം ഭരിക്കും. അത് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് കാശ് കിട്ടുമല്ലോ. ദൈവം വന്ന് എടുത്താലും എനിക്ക് വിഷയമല്ല. കാര്യമില്ല. പൂജ ഫലിച്ചാലും എനിക്ക് വിഷയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മനുഷ്യൻ ഉറങ്ങാറില്ല. എൻ്റെ ഗുരുനാഥൻ ഒരിക്കലും ഞാനെപ്പോഴും കണ്ടിട്ടുണ്ട് 12-1 മണിയായിരിക്കും അദ്ദേഹം കിടക്കുള്ളൂ. രാവിലെ 2:30 ആകുമ്പോഴേക്കും അദ്ദേഹം എഴുന്നേറ്റുണ്ടാവും. ഞാൻ ഈ ടി വി ഒക്കെ കണ്ട്, സിനിമ കണ്ട്, മൊബൈലൊക്കെ കണ്ട് ഇങ്ങനെ കിടക്കുമ്പോഴേക്കും ഞാൻ ആ സമയം ഉണ്ടാവും. പക്ഷേ എഴുന്നേക്കാൻ പറ്റാറില്ല. ഇത് എനിക്ക് ഭയങ്കര അതിശയിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്. എന്നാലും ഒരു ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ആപ്പിൾ പോലെയായിരിക്കും അദ്ദേഹം, ഭയങ്കര ഫ്രഷ് ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ ഈ ഉപാസന എന്താണെന്ന് ചിന്തിച്ചു തുടങ്ങിയത്. ഒരു ഉപാസന കുറച്ചുകൂടി സുന്ദരനാവാം.
ആ അല്ലേ? ഉപാസന അതാണ് കൊണ്ട്. അതാണ് മറ്റേത് 2 മണിക്കൂറൊക്കെ നമ്മൾ മൊബൈൽ നോക്കിയിരുന്ന ദിവസം അങ്ങനെ റൊട്ടീൻ ആയി കഴിഞ്ഞാൽ ഈ കണ്ണിൻ്റെ ഉള്ളിൽ ഒരു വട്ടമൊക്കെ വരും. പക്ഷേ ഈ വ്യക്തികൾക്ക് എത്ര സംഭവിച്ചാലും ശരി അവർ ഫ്രഷ് ആയിട്ടിരിക്കും. പിന്നെ എത്ര ജനങ്ങളോട് പെരുമാറിയാലും എത്ര ജനങ്ങളോട് ഇടപെട്ടാലും അവർക്കൊരു ക്ഷീണം അനുഭവപ്പെടില്ല. എല്ലാവരോടും ശാന്തമായ രീതിയിൽ പെരുമാറാൻ പറ്റും. പിന്നെ അലച്ചു വരുന്ന 2 കൂട്ടങ്ങളൊക്കെ നിർത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിന്ന് പോവുകയാണ്. അപ്പം ഞങ്ങളുടെ അവിടെ കണ്ട് ഒരു ദേശത്ത് തെക്കുംമുറിയും വടക്കുംമുറിയും ഉണ്ടാവും. ഇവർ തമ്മിൽ അംഗംവെട്ടായിരിക്കും. ഉത്സവം ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീർക്കുന്നത് എന്താ പറയുക പൂരത്തിനാണ്, അടി തീർക്കുന്നത്. ഒരുപാട് കാവലുണ്ട്. അയ്യോ പുറത്ത് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് കയറാൻ ചെക്കാൻ പറ്റില്ല. ഞങ്ങളെക്കുറിച്ച് എന്തിനാ അങ്ങനെ പറയുന്നുണ്ടാക്കും. അപ്പോൾ ഇതൊക്കെ ഗുരുനാഥൻ നിയന്ത്രിക്കുകയാണ്. ഒരു വിരലുകൊണ്ടോ ഒരു ശബ്ദം കൊണ്ടോ അത് നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെയാണ് ഈ ഉപാസന കൊണ്ട് എന്തോ ഒരു വിഷയം ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. ഉപാസനയിൽ കിടക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഗുരുനാഥൻ്റെ അടുത്ത് പോയിട്ട് ഒരു 5 കൊല്ലം വെറുതെ കറങ്ങി ഇറക്കുമായിരുന്നു. എന്നോട് അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല നീ ഈ ഉപാസന ചെയ്യൂ ആ ഉപാസന. ഒരു നമശിവായ ചൊല്ലാൻ പോലെ ആ മനുഷ്യൻ പറഞ്ഞിട്ടില്ല. അവസാനം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് നമശിവായ ചൊല്ലണ്ടേ, നമ്മളൊക്കെ ഒരു പൂജാരിമാരല്ലേ. ഉപാസന പറഞ്ഞാൽ അതിനൊരു ചിട്ടയ്ക്കില്ല, ഇങ്ങനെയൊക്കെ വേണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതന്നെ അദ്ദേഹത്തിന്റെ മറ്റ് ശിഷ്യന്മാരൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പുറത്തെ തിരുമേനിമാർ ഉണ്ണിയമ്പൂരി ചെയ്യുന്നുണ്ട്, കേശവനമ്പൂരി ചെയ്യുന്നുണ്ട്, എല്ലാവരും സന്ധ്യാവന്തനം ചെയ്യുന്നുണ്ട്. എനിക്ക് സന്ധ്യാവന്തനം പോലും ഇല്ല. 12ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മാവൻ നിർബന്ധിച്ച് വിട്ട് ഒരു മഠത്തിൽ പോയിട്ട് ഞാൻ കുറച്ച് സാധ്യന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും തുടച്ചിട്ടുണ്ടായിരുന്നില്ല. ഗായത്രി ഒരു 6 ഉരു. അത് എൻ്റെ അച്ചാച്ചനും വലിയ കമ്മ്യൂണിസ്റ്റായിരുന്നു അത്രേ. മറ്റേ ഒരു സഖാവ് രാമചന്ദ്രപ്പയ്യാണ് അത്രേ. അദ്ദേഹത്തിന് സൂര്യനെ മാത്രമേ ഉപാസിക്കുള്ളൂ അത്രേ. വേറെ അമ്പലത്തിലൊന്നും അങ്ങനെ കയറാറില്ല. നേരിട്ട് കാണണം, തെളിവ് അത് കുളിച്ച് വന്ന് നിങ്ങൾ തൊഴു അത്രേ. അപ്പം അതിൻ്റെ DNA ആണോ എനിക്ക് കിട്ടിയെന്ന് അറിയില്ല, ഇതറിയില്ല. ഇതിൻ്റെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നി ഈ ഇത്രയും വലിയൊരു മഹാനായിട്ടുള്ള ആൾ വെച്ചാൽ എല്ലാവരും അദ്ദേഹത്തിന് അംഗീകരിക്കുന്നു, ലോകം മുഴുവൻ അദ്ദേഹത്തിന് അംഗീകരിക്കുന്നു. ആ ഒരാളുടെ കീഴിൽ നിന്നിട്ട് നമ്മളിതിങ്ങനെ ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ്? അങ്ങനെയാണ് ഞാൻ അങ്ങനെ എൻ്റെ ദേഹത്തിലേക്ക് നോക്കണം. ഗംഭീരമായിട്ടൊരു പൂണൂലൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ അത് ഏത് പാരമ്പര്യത്തിലാന്ന് നോക്കി അങ്ങനെ അതിൻ്റെ ഉപാസനകൾ കുറേശ്ശെ തുടങ്ങി. വൈദിക രീതിയിലുള്ള പദ്ധതികളൊക്കെ അല്പം തുടങ്ങി. ഗായത്രി സന്ധ്യാവന്തന കാര്യങ്ങളൊക്കെ തുടങ്ങി. അതിനുശേഷം ഗുരുനാഥൻ്റെ വിധി ശാക്തേയ വിധിയാണ്. ഭുവനേശ്വരി ശാക്തയാണ് അദ്ദേഹത്തിൻ്റെ വിധി. അപ്പോൾ അതിനുള്ള ചില ഉപാസനകൾ ചോദിച്ചു തുടങ്ങി. ആദ്യമൊന്നും അദ്ദേഹം തന്നില്ല. പിന്നെ പഞ്ചാക്ഷരത്തിന് സിദ്ധി വരുത്തുക. നമ്മളിപ്പോൾ ഈ ഉപാസനയിൽ വരുന്ന വ്യക്തികൾ ആദ്യത്തെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് 5 ലക്ഷം പഞ്ചാക്ഷരം ജപിക്കലാണ്. ആ ക്വാളിറ്റി വേണം. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ആസനസിദ്ധി വരും. ഒരു 5 മിനിറ്റ് ഇളകാതിരിക്കാനുള്ള കഴിവാണ് ആദ്യം ഒരാൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കൊക്കെ അതാണല്ലോ ഈ ബുദ്ധിമുട്ടുണ്ടാക്കണം. നമ്മൾ ഇളകിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ. നമുക്കൊക്കെ തിടുക്കം കൂടുതലാണ്, ധൃതി കൂടുതലാണ്. പെട്ടെന്ന് വേണം എന്നുള്ളത്. 5 ലക്ഷം ഒരാൾ ജപിച്ച് ഒരു 1 ലക്ഷത്തോളം ഒരു അഷ്ടാക്ഷരം ജപിച്ചുമ്പോഴേക്കും നമ്മളൊരു തീരുമാനമാവും. നമുക്കൊരു ഈ റീൽസ് കണ്ടിട്ടേ പാല് തിളച്ച് വരുന്നത് വരെ കാത്തിരിക്കാൻ പറ്റാതെ ഡൈവോഴ്സ് ആയ ഒരു കഥ കേട്ടു. അതായത് എല്ലാ എൻ്റർടൈൻമെൻറ്റ് സ്പാനും ചുരുങ്ങി ഈ റീൽസിൻ്റെ സൈസിലേക്ക് എത്തി. അപ്പോൾ ഈ പറഞ്ഞാൽ 5 ലക്ഷം ഒരു എന്ന് പറയുമ്പോൾ അതൊന്നും നടക്കില്ല എന്നാണ് മനസ്സിലാദ്യം തോന്നുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ 10 മിനിറ്റ് വെറുതെ ഇരിക്കാനൊന്നും പറ്റില്ല. തീർച്ചയായിട്ടും ഞാൻ 5 ലക്ഷം പുരുഷരണം 3-4 തവണ ചെയ്ത് കഴിഞ്ഞു. എന്നുവെച്ചാൽ നമുക്ക് കേൾക്കുമ്പോഴാണ് അത് 5 ലക്ഷം എന്നുള്ളത്. 5 ലക്ഷത്തേക്കുള്ള യാത്ര അത് നല്ല രസമാണ്. കുറേ അനുഭവങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ പറയില്ലേ ഡൽഹിയിലേക്ക് നമുക്ക് വിമാനത്തിലും പോവാം, നടന്നിട്ടും പോവാം. നടന്നിട്ട് പോകുന്നതിൻ്റെ അനുഭവമാണ് ഏറ്റവും വലുത്. വിമാനത്തിൻ്റെ ഉള്ളിലത്തെ കാഴ്ചയും ആ ഇറങ്ങുന്ന സമയത്തുള്ള എയർപോർട്ടിലെ കാഴ്ചയും മാത്രമേ കാണുന്നുള്ളൂ. മറ്റവൻ അങ്ങനെയല്ല. അവിടെ ദാരിദ്ര്യം കാണുന്നുണ്ട്, മരണം കാണുന്നുണ്ട്, എന്താ പറയുക ജീവിതം പലതും കാണുന്നുണ്ട്. അപ്പോൾ ഈ 5 ലക്ഷത്തേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ യാത്രയാണ് ശരിക്കത്. ജപം കൊണ്ട് പ്രാധാന്യമില്ല. പക്ഷെ ആ ജപിക്കുന്ന കാലഘട്ടത്തിലുള്ള നമ്മുടെ ചില അനുഭവങ്ങളാണ് അത് വരും. ആ മന്ത്രത്തിൻ്റെ ശക്തിയാണോ അതോ മന്ത്രം പണ്ട് ഉപാസിച്ചുകൊണ്ടിരുന്ന കാരണവന്മാരുടെ ശക്തിയാണോ അനുഭവങ്ങൾ വരുന്നതാണ് പറഞ്ഞത്. അതിന് ശേഷം ഒരു 10-22 വയസ്സിലാണ് ഞാൻ ശരിയായിട്ടുള്ള പാതയിൽ ഉപാസന വരുന്നത്. എൻ്റെ ഉപാസന കാര്യങ്ങളെല്ലാം അടങ്ങിയത് വെട്ടിക്കാട്ടി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ അടുക്കളയുടെ ഉള്ളിലാണ്. കാരണം വേറെ ഒന്നും സുരക്ഷിതമായിട്ട് സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. ആ അടുക്കളയുടെ ഉള്ളിൽ ആരും കയറില്ല, ശാന്തി മാത്രമല്ലേ കയറുള്ളൂ. ഞാനൊരു 9 കൊല്ലത്തോളം ഉണ്ടായ സ്ഥിരമായിട്ട് ശാന്തി ഉണ്ടായിരുന്നു. പൂജാവിധികളും അതിലുള്ള തന്ത്രം കാര്യങ്ങളൊക്കെ പഠിച്ചത്, ക്ഷേത്രതന്ത്രം കാര്യങ്ങളൊക്കെ പഠിച്ചത് അവിടെ നിന്നിട്ടാണ്. പിന്നെ രാത്രി ഗുരുനാഥൻ്റെ കൂടെ ഭുവനേശ്വരി പൂജയൊക്കെ പോകും. ഞങ്ങളുടെ നാട്ടിൽ വള്ളവനാട് സമ്പ്രദായത്തിൽ ഒരു ഭുവനേശ്വരി ഉണ്ട്. അത് പുറപ്പങ്ങനെ കോട്ടയം കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഭുവനേശ്വരിനെ. അവിടെയൊക്കെ ശാസ്താവാണ് കൂടുതൽ പരദേവതയായിട്ട് വന്നിരിക്കുന്നത്. മച്ചകത്തൊരു ഭുവനേശ്വരി ഉണ്ടാവും. ഇതിപ്പോൾ നായന്മാർ, ഈഴവർ, എഴുത്തച്ഛന്മാർ, അതുപോലെ ആശാരിമാർ, ഈ 4 സമുദായത്തിനാണ് ശക്തമായ ഭുവനേശ്വരി ഉള്ളത്. ഏറ്റവും പ്രൗഢമായ രീതിയിൽ നായന്മാരുടെ വീട്ടിലാണ് കണ്ടിരിക്കുന്നത്. എഴുത്തച്ഛന്മാരുടെ വീട്ടിൽ കുറച്ച് വാഗ്ദേവതാ ഭാവത്തിലാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഗ്രന്ഥം അതിൽ സൂക്ഷിക്കും. പീഠത്തിലൊരു ഗ്രന്ഥം, ഒരു മാലയും അവർ സൂക്ഷിക്കും. അതാണ് അവരുടെ ഉപാസന. അത് വാഗ്ദേവതാ ഭാവത്തിൽ. അതുകൊണ്ട് എഴുത്തച്ഛന്മാർക്ക് ആ എഴുത്തിൻ്റെ വാക്കിൻ്റെ ശക്തി കിട്ടുന്നത്. ആശാരിമാരുടെ കുലത്തൊഴിലിൻ്റെ രൂപത്തിലാണ് ഉള്ളത്. ഈഴവർക്ക് അത് പോർക്കലി ഭാവത്തിലാണ്. ഈ ഭുവനേശ്വരിയുടെ ഒപ്പം തന്നെ എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ മഹാവിദ്യാലയത്തെ ഭുവനേശ്വരി തന്നെയാണിത്. പക്ഷേ ധ്യാനത്തിൽ അടിയിൽ അവരവരുടെ കുലത്തൊഴിൽ എന്താണോ അതിനനുസരിച്ചുള്ള ആയുധം ഉണ്ടാവും ഇത്രേ. അതാണ് അത് രണ്ടാമത് മിക്സ് ചെയ്തായിരിക്കണം. ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ട സിദ്ധി എനിക്ക് വേണം. അതാണ് വാക്ക് കൈകാര്യം ചെയ്യാൻ ഗ്രന്ഥം കയ്യിലുണ്ടാവും. നായർക്കാണെങ്കിൽ നല്ലൊരു ഇതുണ്ടാവില്ലേ, എന്താ കടുത്തിലാന്ന് പറഞ്ഞൊരു വാളുണ്ട്, ഇങ്ങനെ അകമ്പടി വാൾ പോലെ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നൊരു വാളുണ്ട്, ഇങ്ങനെ വളഞ്ഞൊരു വാളുണ്ട്. അതായിരിക്കും ഭഗവതരുടെ കയ്യിലുണ്ടാവുക. ആശാരിമാർക്ക് അവരുടേതായിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടാവും. ചെരുപ്പ് കുത്തുന്ന സാധനം, ഒളിയോ അങ്ങനെ എന്തോ. ഇതാണ് ഇതിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ കാലത്ത് ആലോചിച്ച് നോക്കും. നമ്മുടെ തറവാട്ടിലെ പൂജയ്ക്ക് ഒരു കാരണവർ മരിച്ചുപോയി വേറെ ആളെ വിളിക്കുന്ന സമയത്ത് ഇയാൾ ഇത് തന്നെയാണോ ചെയ്യുന്നത് നമ്മൾ ആലോചിക്കാറില്ല.
ഇവിടെയാണ് നമ്മൾ എല്ലാ ഹിന്ദുക്കളും ഇന്ന് ഹിന്ദു എന്ന് പറഞ്ഞ ആൾക്കാർ, ഞാൻ ഒരിക്കലും ഹിന്ദു എന്ന് പറയാറില്ല. കാരണം ജാതിയുള്ളൂ ഇവിടെ. ഹിന്ദു എന്നുള്ളത് നമ്മൾ വിശാല ഹിന്ദു, നായാടി മുതൽ നമ്പൂരി വരെ എന്നൊക്കെ വാക്കുകൊണ്ട് പറയാൻ പറ്റും. നടക്കില്ല അത്. ദേവതകൾ തമ്മിൽ തന്നെ ചേരില്ല, ആയുധങ്ങൾ തമ്മിൽ ചേരില്ല, തീർച്ചയായിട്ടും ചേരില്ല. ക്രിയാപദ്ധതികൾ വ്യത്യാസം. വേണ്ടത് എന്താ വെച്ചാൽ ഭേദചിന്ത ഇല്ലാതിരിക്കും. അപ്പം അങ്ങ് ഞാനിപ്പോൾ അത്ര അടുത്തിരിക്കണ്ടല്ലോ, അങ്ങ് കുടിച്ചൊരു ഗ്ലാസ് അതുകൊണ്ട് എനിക്ക് വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവരുത്, അത്ര ചിന്തിച്ചാൽ മതി. പിന്നെ വിവാഹം കഴിക്കുന്നതിലും ബന്ധമെടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. കുലധർമ്മം അതുപോലെ കടന്നു പോകണം ശരിക്കും. ഇപ്പോൾ കുലത്തൊഴിലിന് ഇപ്പോൾ വലിയ പ്രാധാന്യമില്ല. ഇപ്പോൾ ക്ഷത്രിയൻ യുദ്ധം ചെയ്തിട്ടല്ല, അവൻ ഡോക്ടറാവുന്നുണ്ടല്ലോ, അധ്യാപകനാവുന്നുണ്ടല്ലോ. അപ്പോൾ ബ്രാഹ്മണ ക്ഷത്രിയ ശൂദ്രനായത് നോക്കണ്ട. നമ്മുടെ ക്ഷത്രിയൻ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ വിദഗ്ധനായിരിക്കും, ചിലപ്പോൾ ആയിരിക്കും, കാരണം ശസ്ത്രം. അതെ. പക്ഷെ വേറെ കാര്യമുണ്ട്, ആ വ്യക്തി ഡോക്ടറാവുമ്പോൾ ഈ ദേവതയെ മാറ്റണം. യുദ്ധം ചെയ്യണ ദേവതയെ വെച്ചിട്ട് അവൻ നന്നാക്കാൻ പോയാൽ അത് ശരിയാവില്ല. അപ്പോൾ അവൻ്റെ ഗുരുപാരമ്പര്യം. അപ്പം ഞാൻ കണ്ടില്ലേ, ഞാൻ ഗൗഡസാരസ ബ്രാഹ്മണനാണ്. ഞങ്ങളുടെ രീതിയല്ല അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഞങ്ങൾക്ക് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നാട് മുഴുവൻ തെണ്ടി കിടക്കണ കാരണം നാട്ടിൽ മൊത്തം ഓടിച്ചു വിടുകയാണ്. അവരെ സരസ്വതി നദി കരകവിഞ്ഞുകയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഓടിപ്പോന്നു. അത് കാരണം പോർച്ചുഗീസുകാരുടെ ആക്രമണം ഞങ്ങളോട് ശരിക്കും കാരുണ്യം കാണിച്ച കുറച്ച് മുസ്ലിംസാണ്, കുറച്ച് മുഗളന്മാരാണ് ഞങ്ങളോട് വലിയ ആപത്തില്ലാത്തത്. ബാക്കി എല്ലാവരും ഞങ്ങളോട് ക്രൂരത കാണിച്ചുള്ളൂ. കാശ്മീരിൽ കുറച്ച് ആൾക്കാർ പോയിരുന്നുണ്ട്, അരുണാചലിൻ്റെ ഭാഗത്ത് കുറേ ആൾക്കാർ പോയിരുന്നുണ്ട്, ടിബറ്റൻ്റെ ഭാഗത്ത് കുറേ ആൾക്കാർ പോയിരുന്നുണ്ട്, മറ്റേ മറാത്തയിലും ഗോവയിലൊക്കെ ഒരുപാട് പോയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ശക്തൻ തമ്പുരാനൊക്കെ ഞങ്ങൾ നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ഞങ്ങൾക്കൊക്കെ തന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തമ്പുരാന്മാരൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. പക്ഷേ അത്ര അറിവ് ഞങ്ങളുടെ ഇതിലുണ്ട്. ആ ഉപാസന ചെയ്യുന്നതോടുകൂടി ഇതെല്ലാം കണക്റ്റ് ആവുകയാണ്, യൂണിവേഴ്സിറ്റി ഇതെല്ലാം കണക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് അല്ല, പറഞ്ഞു നിർത്തിയത് വിട്ടോളൂ, അത് വേണ്ട, നമുക്ക് ഞാൻ അടുത്തേക്ക് പോകാം. അത് ഒഴുക്കാട് നിന്നിരിക്കണം, ഞാൻ അടുത്ത ഒഴുക്ക്. ദേവി എന്ന് വെറുതെ ഒരാൾ പറയണം, ദേവി എന്താണ് അങ്ങയുടെ മനസ്സിൽ വരുന്നത്? ദേവി ഇപ്പോൾ ഒരു സാധാരണക്കാരന് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ എന്താ പറയുക? അത് ശക്തി, അത്ര വിചാരിച്ചാൽ മതി. ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് നടന്നു പോകണമെങ്കിൽ ഒരു ശക്തി വേണ്ടേ, അത്ര കരുതിയാൽ മതി. ദേവി എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതാണ്. ഏതാണോ ഗുരു, ഇപ്പം ഞാനൊരു ദേവിയെ സാക്ഷാത്കരിച്ചു, ഞാൻ എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും? ഞാൻ മൊബൈലെടുക്കാൻ ഉപയോഗിക്കുന്നുണ്ടാവും. എനിക്ക് മൊബൈലെടുക്കാൻ ശക്തി വേണ്ടേ? എൻ്റെ ഏറ്റവും വലിയ പ്രാന്ത് മൊബൈലിലാണ്. അതുപോലെ എനിക്ക് സിനിമ കാണാൻ പോകണം വിചാരിച്ചിട്ടുണ്ടാവും, ഞാൻ സിനിമ കാണാൻ ഉപയോഗിക്കാം. ഈ ദേവീനെ ഇതാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് സിനിമ കാണിക്കാൻ പറ്റുന്ന ദേവി, നന്നായി മൊബൈൽ കാണിക്കാൻ പറ്റുന്ന ദേവി. ആലോചിച്ച് നോക്കി, ഞാൻ ഒരു കോമഡി എല്ലാം വേണം, ശക്തിയാണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ ശക്തി വേണം. പക്ഷേ ഒരു കാലഘട്ടത്തിൽ മൊബൈലും ഉണ്ടായിരുന്നില്ല, സിനിമ ഉണ്ടായിരുന്നില്ല. ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നാൽ മതി എന്നാണ്. കോളറ വരും, മലമ്പനി വരും, സൂരി വരും, എങ്ങനെ ജീവിക്കും? അപ്പോൾ അതിനനുസരിച്ചുള്ള മാരിയമ്മേനെ അവരുണ്ടാക്കി. എല്ലാം ശക്തി തന്നെയാണ്. അപ്പോൾ നമ്മളൊരു രാമകൃഷ്ണ പരമേശ്വരൻ്റെ കഥയിലൊക്കെ കിട്ടുമ്പോൾ ഒരു കുളത്തുനിന്ന് പലരും പല പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. കക്കൂസിൽ ഉപയോഗിക്കുന്നു, വാഷ് ബേസിൽ ഉപയോഗിക്കുന്നു, ചിലർ പൂജയ്ക്ക് ഉപയോഗിക്കുന്നു. വെള്ളം ഒന്ന് തന്നെയാണ്. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന രീതി, അവിടെയാണ് ഈ ഗുരുമുത്തപ്പൻ എന്നുള്ള ആ ഒരു വ്യക്തി അവിടെ ആവശ്യം നമുക്ക് വരുന്നത്. എല്ലാ തറവാട്ടിലും, ഏത് തറവാട്ടിലായിക്കോട്ടെ, ബ്രാഹ്മണൻ്റെ അവിടെ ആയിക്കോട്ടെ, ഒരു ബ്രഹ്മരക്ഷസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഗുരുമുത്തപ്പൻ ഉണ്ടാവും. ഈ ഗുരുമുത്തപ്പൻ എന്താണോ ഉപാസിച്ച് കൊണ്ടുവന്നത് അതാണ് ആ ദേവി എന്ന് പറയുന്നത്. അതിലൊരിക്കലും ഒരു മാറ്റം വരാൻ പാടില്ല. ഇന്ന് നമുക്ക് സംഭവിക്കണമെന്ന് വെച്ചാൽ കാവുകളെ ക്ഷേത്രമാക്കി മാറ്റുന്നുണ്ട്. ആ സംഭവിക്കാൻ അവിടെ എന്താ സംഭവിക്കുന്നത്? അതുണ്ടാക്കിയ ഗുരുനാഥനെ അപമാനിക്കലാണ്. അയാൾ ആ ദേവീനെ മാംസചക്ഷുക്കളെ കൊണ്ട് എന്താ പറയുക പ്രത്യക്ഷപ്പെടുത്തി അവരോട് ചോദിച്ചിട്ടാണ് പയറുപുഴുക്ക് വേണോ, ദോശ വേണോ, പായസം വേണോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയത്. എന്താണ് ആവശ്യം? ആ ദേവതയ്ക്ക് നിലനിൽക്കാൻ രക്തം വേണോ, പായസം മതിയോ? ഇന്നിപ്പോൾ നമ്മളൊരു ജ്യോത്സ്യനോ അല്ലെങ്കിൽ ഒരു പുരോഹിതനോ തീരുമാനിക്കാം, അവിടെ പാൽപ്പായസം മതി, അവിടെ എല്ലാവരും പാൽപ്പായസം കഴിച്ചാൽ മതി, എല്ലാവരും പാൽപ്പായസം അട നയിച്ചാൽ മതി, മറ്റേതിന് പകരം ഇത്. എന്തിനാ പകരം വെക്കുന്നത്? അപ്പോൾ പിന്നെ ഈ ഉണ്ടാക്കിയ ആൾ തെറ്റായി പോയില്ലേ? അപ്പോൾ കാവ് കാവായിട്ടിരിക്കണം, ക്ഷേത്രം ക്ഷേത്രമായിട്ടിരിക്കണം. മറ്റേ മലമുകളിൽ വെറുതെ ഒരു ഒഴുക്കുശിലയിൽ ആചരിക്കുന്ന ആചരണങ്ങൾ അതായിട്ടിരിക്കണം. നമ്മൾ പറയുന്നത് സ്വാഭാവികമായിട്ട് വിടുക എന്നാണ് നല്ലത്. ഇപ്പോൾ അങ്ങനോട് പറയാണ് നാളെ മുതൽ സ്വാമി എന്താ പറയുക ചായ കുടിക്കണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അങ്ങില്ലാത്ത സമയത്ത് പോയിട്ട് ചായ കുടിക്കും. എന്നിട്ട് അങ്ങയുടെ മുമ്പിൽ ഞാൻ കാപ്പി മാത്രമേ കുളിക്കും, ഞാൻ ചായ കുടിക്കാൻ കേട്ടോ പറയും. ദേവത അതുപോലെ തന്നെയൊന്നും. അപ്പോൾ ഈ ഗുരുതി വേണ്ട എന്ന് വിചാരിച്ച അമ്പലത്തിൽ ദേവത ഇവരുടെ കണ്ണ് വെട്ടിച്ച് പോയി ഗുരുതി നടത്തും. തീർച്ചയായിട്ടും എല്ലാ കൊല്ലം ഓപ്പറേഷനായിട്ട് ഒരുത്തൻ്റെ ബ്ലഡ് അവരെടുത്തോളും. അല്ല അപ്പൻഡിക്സ് ഓപ്പറേഷനോ ഒരു ഹൃദയ ഓപ്പറേഷൻ കിട്ടുമ്പോൾ അശുദ്ധ രക്തം കുറച്ച് എന്താ കളക്ട് ചെയ്യില്ല, അത് ദേവത സ്വീകരിച്ചോളൂ. അല്ലെങ്കിൽ പാർട്ടി പറഞ്ഞ് തല്ലി ചത്തോളും. അത് തീർച്ചയായിട്ടും അല്ലേ. ഇന്ന് പല ചേകവ കുടുംബത്തിലും, കണ്ണൂരിലെ ചേകവ കുടുംബത്തിലും ഞാൻ പലരും കണ്ടിട്ടുണ്ട്. എനിക്ക് അടുത്തറിയാവുന്ന ചില ആൾക്കാരുണ്ട്. അവർ എന്താ പറയുക, ഇന്ന് ജയിലിലാണ്. അന്നും അവർ എന്താ പറയുക നാടുവാഴികൾക്ക് വേണ്ടി അംഗം വെട്ടി കയ്യും കാലൊക്കെ പോയിട്ട് കുടുംബത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇന്നും അവർ നാടുവാഴികൾക്ക് വേണ്ടി അംഗം വെട്ടി സ്വന്തം കുടുംബത്തിലെ ആൾക്കാരെ തന്നെ കൊന്ന് ജയിലുകളിൽ പോയിട്ടുണ്ട്. അത് ദേവതയുടെ മാറ്റം തന്നെയാണ്. അപ്പോൾ ദേവതകളാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. നമ്മുടെ സ്വഭാവത്തെ നിശ്ചയിക്കുന്നത് പോലും ദേവതകളാണ്. നമ്മുടെ എത്ര സമയത്ത് നമ്മൾ പഠിക്കണം, ഇതൊക്കെ ദേവതകളാണ് നിശ്ചയിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വേദ സംസ്കാരം എന്ന് പറയുന്നുണ്ടല്ലോ, വേദ സംസ്കാരത്തിൽ മുഴുവനും പ്രകൃതിനെയാണ് ആരാധിക്കുന്നത്. ഇവർ നമ്മൾ ഇന്ദ്രൻ എന്ന് പറയുന്നത് നമ്മൾ കൺസെപ്റ്റ് ശരിക്കും എന്താ ഇന്ദ്രൻ? മറ്റേ എന്താ പറയുക, അഹല്യനെ എന്താ പറയുക അറിയാണ്ട് പോയി പ്രാപിച്ച് അദ്ദേഹം മുഴുവനും ആ ലിംഗങ്ങളുണ്ടായിട്ടുള്ള ആ ഒരു സാധനം, ഗൗതമൻ്റെ ശാപം കൊട്ട ഇന്ദ്രൻ. സത്യത്തിൽ വേദത്തിൽ ഹീറോ ഇന്ദ്രനാണ്.
വേദത്തിലെ ഇന്ദ്രനും തന്ത്രത്തിലെ ഇന്ദ്രനും തമ്മിൽ യാതൊരു വിധത്തിൽ ബന്ധമില്ല. നമ്മളെല്ലാം നശിപ്പിച്ച് കളഞ്ഞത് ഈ തന്ത്രശാസ്ത്രം കൊണ്ടുവന്നുള്ള ആചാര്യന്മാരാണ്. ചില ആചാര്യന്മാർക്ക് എന്തോ ഒരു ഞാൻ പറയാൻ പാടുമെന്ന് അറിയാം, കാരണം എന്നെക്കാളും ദൂരമുള്ള ആൾക്കാരില്ലേ അവർ. അവർക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. വേദത്തിൽ ഈ പ്രകൃതി ശക്തികളായിട്ട് കണക്കാക്കിയതോ അല്ലെങ്കിൽ നമ്മുടെ ഗുണങ്ങളായിട്ട് കണക്കാക്കിയുള്ള ആൾക്കാരെ വിഗ്രഹങ്ങളായിട്ടും ഒരു വ്യക്തികളായിട്ടും മാറ്റിയാണ്ടായിരിക്കണം നമുക്ക് ഇത്ര അധപ്പതനം വന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് അഗ്നിമീളെ പുരോഹിതൻ എന്ന് പറയുന്നത്, അഗ്നി അല്ലാതെ ഈ യജ്ഞത്തിൽ ഏറ്റവും വലിയ ശക്തി അഗ്നി എന്നാണ് പറഞ്ഞത്. ആദ്യത്തെ പുരോഹിതൻ അഗ്നി എന്നാണ് ആ സൂക്തത്തിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്, അതിൽ ആരാ പുരോഹിതൻ? അഗ്നിയാണ്. ജഡരാഗ്നിയാണ് പുരോഹിതൻ. ആ ജഡരാഗ്നി ഇല്ലെങ്കിൽ ഈ ഭക്ഷണം നടക്കുമോ? ഒരു ഹോട്ടലിൽ പോയി ഒരു ഇഡ്ഡലി സാമ്പാർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അഗ്നി ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കുമോ? അപ്പം ആ യജ്ഞത്തിൽ അഗ്നിയാണ് പുരോഹിതൻ. അതുപോലെ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു സന്താനത്തെ ഉണ്ടാക്കാൻ വിചാരിക്കുക, അവിടെയും കാമാഗ്നിയാണല്ലോ പുരോഹിതൻ. അതില്ലെങ്കിൽ ആ സംഭവം നടക്കുമോ? വിഷയം നടക്കില്ലല്ലോ. അതുപോലെ ഇപ്പം ഒന്നും വേണ്ട, മലവാരികൾ ഒരു പൂജ കഴിക്കാൻ പോവുകയാണ്, ഒരു കരിങ്കുട്ടി കലശം പൂജിക്കാൻ. ആദ്യം നമ്മൾ എന്താ ചെയ്യുക? 4 അയ്യപ്പന്മാർ, 7 ഗിരാതന്മാർ, 8 മൂർത്തികളെ, 6 ശക്തികളെ എന്നും പറഞ്ഞിട്ട് തിരിയാണ് കൊളുത്തുന്നത്. ആദ്യം ഒരു പന്തം കൊളുത്തി വെച്ച് ഗുരു നമസ്കാരം ചെയ്യുക. പിന്നെ നറുക്കും തിരിയും വെച്ചിട്ട് ഒരു കർമ്മമുണ്ട് അവർക്ക്. അതിൽ അഗ്നി തന്നെയാണ്. ഈ കോഴിയുടെ കടുത്ത് വെട്ടി ആ ചോര തർപ്പിക്കുന്നത് അഗ്നിയിലേക്കാണ്. ആ അഗ്നിയെ കെടുത്തുക ചെയ്യുക. മൂർത്തിയുടെ ഒരു ഇതുണ്ട്, ഐഡിയലുണ്ടല്ലോ, അതിൻ്റെ തലയിൽ കൂടെ ഒഴിച്ച ശേഷം ഈ രക്തം കൊണ്ട് അഗ്നിയെ കെടുത്തുകയാണ്, അവൻ്റെ വിശപ്പിനെ കെടുത്തുകയാണ്. ജ്ഞാനം ഒരു അഗ്നിയാണ്. അപ്പോൾ വേദത്തിനെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ സീരിയലൊക്കെ കണ്ടതിന് ശേഷം അഗ്നിദേവൻ എന്ന് പറഞ്ഞാൽ പുറം മറ്റേ ജ്വാലയൊക്കെ ആയിട്ട് ഇങ്ങനെ സാധനം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഗുളു കൊണ്ട് മറ്റേ ആ സാധനം പുറത്തു വരില്ലേ, കത്തിച്ച് കളയുന്നൊരു സാധനമായിട്ടാണ് ദേവനാക്കി. അത് കുട്ടികൾക്ക് ഒരു ചിത്രം കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോഴും പ്രായമായവർ വരെ അത് കണ്ടുകൊണ്ടിരിക്കുന്നില്ല. വലിയ പുരോഹിതന്മാർ അത് അങ്ങനെ ആയിട്ടാണ് നമ്മുടെ ഈ മൊത്തം എന്താ പറയുക അവിയൽ പരുവായിട്ട് കുഴച്ച് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയൊക്കെയോ നമുക്ക് ആവശ്യമുള്ള ജ്ഞാനം എടുത്ത് കറക്റ്റാക്കി നമ്മുടെ ബോധം വരുമ്പോഴേക്ക് 80 വയസ്സായി ഉണ്ടാവും. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ ആലോചിക്കുന്നുണ്ട്, എനിക്ക് ഇപ്പം കിട്ടിയ ബോധം എൻ്റെ 20 വയസ്സിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒന്നും ആവില്ലായിരുന്നു, ഞാൻ വലിയ സംഭവം മാറിയിരുന്നു. പക്ഷേ ഇന്ന് 37 വയസ്സിൽ അഗ്നി കെട്ടുണ്ടാവും. സത്യം. ഈ ബോധം എൻ്റെ ഗുരുനാഥനുള്ള സമയത്ത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ആ ഗുരുനാഥനൊരു ശിഷ്യനായിട്ടെങ്കിലും എനിക്ക് ഇരിക്കായിരുന്നു. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഗുരുനാഥൻ നല്ല ശിഷ്യനല്ല. എൻ്റെ ഈ ഗുരുനാഥൻ്റെ കൂടെ 18 കൊല്ലം ഞാൻ ജീവിച്ചു കേട്ടോ. 18 കൊല്ലം എൻ്റെ വീട്ടിൽ പോലും തിരിഞ്ഞു നോക്കാതെ ഞാൻ ജീവിച്ചിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ അച്ഛൻ്റെ അമ്മയും കൂടെയുള്ള ജീവിതമൊക്കെ ഞാൻ വിട്ടു. സത്യം പറഞ്ഞാൽ ചെയ്യാമായിരുന്നു, അതും ഇതും കൂടെ ഒന്നും ചെയ്യാമായിരുന്നു. പക്ഷേ അമ്മയ്ക്കൊരു നല്ല മകനാവാൻ പറ്റിയിട്ടില്ല. ഇപ്പം ഞാൻ ശ്രമിക്കുന്നുണ്ട്. അമ്മയുടെ മടിയിൽ പോയി ഞാൻ കിടക്കുന്നുണ്ട്. അച്ഛന് നല്ല ഒരു മകൻ. നമ്മൾ അതൊക്കെ ശ്രമിക്കുന്നത്. നമ്മൾ എന്താ പറയുക, വലിയ സ്ഥാനങ്ങളൊക്കെ എടുത്തപ്പോൾ 250ഓളം ക്ഷേത്രങ്ങൾ എനിക്കിപ്പോൾ തന്നിട്ടുണ്ട്. എനിക്ക് അതിലല്ല അഭിമാനം എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അമ്മയ്ക്ക് നല്ല മകനായിരിക്കാൻ ശ്രമിക്കുക, അച്ഛന് നല്ലൊരു മകനായിരിക്കാൻ ശ്രമിക്കുക. ഇനി എനിക്കൊരു പുതിയ ഗുരു ഉണ്ടായിരുന്നെങ്കിൽ അയാളെ പൂർണ്ണമായിട്ടും ഞാൻ അയാളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ, അയാളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഞാൻ ഇതാക്കും. ഇനി എനിക്കൊരു സഹോദരന്മാരില്ല, ഒറ്റ മകനാണ് ഞാൻ. അപ്പോൾ ശിവനാഥ് അദ്ദേഹമൊക്കെ എൻ്റെ ഏട്ടൻ്റെ സ്ഥാനത്താണ്. പരമാവധി അനിയനായിട്ട് ഞാൻ അങ്ങോട്ട് വീണ് കൊടുക്കുകയാണ് അദ്ദേഹത്തിന്. നമ്മളെന്താണോ അപ്പോൾ ഞാനൊരു ഒരു റേഷൻ കടയിൽ മണ്ണെണ്ണ വാങ്ങാൻ പോവുക, നല്ലൊരു പൗരനായിട്ടിരിക്കുക, ക്യൂ ഒക്കെ ഭാവമാണ് അതിൽ മേളിക്കുക. അത് നമ്മൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം നമ്മളൊരു ക്ഷേത്ര പുരോഹിതനായിട്ട് കയറി ചെല്ലുകയാണ്, പുരോഹിതനായിരിക്കുക, അതേ വേണ്ടു. ഇപ്പോൾ നമ്മളിപ്പോൾ അത് ഒരു സ്ത്രീക്ക് ദീക്ഷ കൊടുക്കാൻ പോകുമ്പോൾ പിന്നെ കാമുകനാവരുത്. സമൂഹത്തിൽ സംഭവിക്കണം അതാണ്. ഗുരുവായിട്ടിരിക്കണം ഇടയ്ക്കൊന്ന് അല്ലേ? അതെ വഴുതെറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെ ഇപ്പോൾ തിരുനാവായിൽ മഹാമാഘ മഹോത്സവം അല്ലെങ്കിൽ കേരളത്തിൻ്റെ കുംഭമേള എന്ന് ഇപ്പോൾ അറിയപ്പെട്ട് കഴിഞ്ഞ അതിലേക്ക് നടക്കുമ്പോൾ അവിടെ ഒരുപാട് പേര് യുദ്ധം ചെയ്ത് മരിച്ചിട്ടുണ്ട്. ഒരുപാട് ദേവതാസ്ഥാനങ്ങൾ തകർത്തിട്ടുണ്ട്. ടിപ്പു സുൽത്താൻ, ഹൈദരാലി, 1923 കലാപം തൊട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഈ ദേവതാ വിധാനത്തിൽ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുണ്ട്. അവിടെ അത് തിരിച്ചു വരുന്ന സമയത്ത് അങ്ങ് അതിലൊരു ക്രിയാപദ്ധതി ചെയ്യുന്ന ഒരാളാണ്. ഒരു ദിവസം പൂജ അങ്ങനെയാണ് ചെയ്യുന്നത്. വസന്ത പഞ്ചമി ദിവസം ചതുരാംബിക പൂജയാണ് തോന്നുന്നു കാലത്ത്. അപ്പോൾ എന്താണ് ആ നാടിൽ ഇങ്ങനൊന്ന് തിരിച്ചു വരണമെന്ന് തോന്നുന്നത്? എന്തുകൊണ്ടാണ്? തിരിച്ചു വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇത് ഒരു കാലഘട്ടത്തിൽ ധർമ്മോത്സവം എന്നായിരുന്നു. വെച്ചാൽ ഒരു 12 കൊല്ലം കൂടുമ്പോൾ എല്ലാ തരത്തിലുള്ള നാട്ടുരാജാക്കന്മാരിൽ അറിവുള്ള ആൾക്കാരും ക്ഷത്രിയന്മാരും ഇത് മാഘം എന്ന് പറയുന്ന സംഭവം തന്നെ ഉണ്ടല്ലോ, അതിൽ ആ മകൻ നക്ഷത്രത്തിൽ പൗർണമി വരുന്നൊരു സംഭവം പണ്ടത്തെ ഉണ്ടായിരുന്നത്. ഇപ്പം എന്തോ ഒരു മാറ്റം വന്നിട്ട് പൗർണമി കറക്റ്റായിട്ടല്ല, 2 ദിവസം വ്യത്യാസം കാലക്രമേണ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഒരു കാലഘട്ടത്തിൽ മകൻ നക്ഷത്രത്തിൽ കറക്റ്റായിട്ട് പൗർണമി വന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞത്. ഈ സമയം നോക്കി നാട്ടിലുള്ള എല്ലാവരും വിദ്വാൻമാരെല്ലാവരും കൂടിയിട്ട് എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ, ഒരു ശാസ്ത്രം കൊണ്ടുവന്ന് അതിനെ അഴിച്ചു പണിഞ്ഞുകൊണ്ടേയിരിക്കണം. കാലത്തിന് വെച്ചാൽ മാറ്റം വരുത്താൻ, സത്യം പറഞ്ഞാൽ കാലത്തിന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു നദീതീരൊക്കെ അവർ തിരഞ്ഞെടുത്തുകൊണ്ടിരുന്നത്. ധർമ്മോത്സവമായിരുന്നു ശരിക്കത്. അപ്പോൾ യുദ്ധം ചെയ്യുന്ന രീതി ആയിക്കോട്ടെ, വേദം ചൊല്ലുന്ന രീതി ആയിക്കോട്ടെ, ഇത് നമുക്ക് സമൂഹത്തിന് ആവശ്യമുണ്ടോ ഇല്ലയോ, ഇതൊക്കെ തർക്കമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കും.
ഇപ്പോൾ ഒരു ആശാരിയുടെ സമൂഹത്തെ ഒരു ആശാരി സമൂഹം ഉണ്ടായി വിചാരിക്കുക, അവരെങ്ങനെ ഉന്നമനത്തിൽ കൊണ്ടുപോകാൻ പറ്റും, അവൻ്റെ തൊഴിലിനെ എങ്ങനെ കൊണ്ടുപോകും. പണ്ടത്തെ കാലത്ത് പീരങ്കി ഉണ്ടാക്കാനും അതിൻ്റെ ചട്ട നിർമ്മിക്കാനും തോക്കിൻ്റെ പാത്തി ഉണ്ടാക്കാനൊക്കെയാണ് രാജാക്കന്മാർ ആശാരിമാർ ഉപയോഗിക്കുക. ആശാരി എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും പ്രബലന്മാർ അവരായിട്ടുണ്ട്, പാരമ്പര്യമുള്ള ആൾക്കാരെ തന്നെ ആശാരിയുടെ കാര്യം പറയുന്നത്. അപ്പോൾ അവരെ നല്ല ഉപയോഗിച്ചുകൊണ്ടിരുന്നിരുന്നു. മറ്റേ എന്താ പറയുക, തോക്കിൻ്റെ കുഴലുണ്ടാക്കാനും അങ്ങനെയൊക്കെ അവരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എങ്ങനെ ഈ വേദത്തിൽ നിന്നുള്ള അറിവ് അവർക്ക് എങ്ങനെ ഉപകാരപ്പെടും, അതായിരുന്നു ചിന്ത. നമ്മൾ തോക്കുണ്ടാക്കുന്ന സമയത്തായിക്കോട്ടെ, ഒരു ആയുധം നിർമ്മിക്കുന്ന സമയത്തോടെ, അതെല്ലാം അറിവുകൾ തന്നെയാണ്. ഈ പ്രകൃതി ശക്തികൾ ഉപയോഗിച്ചിട്ടാണല്ലോ, ഈ അഗ്നിയും വായുവും വെള്ളവും തന്നെയാണല്ലോ ഇതൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ഈ അറിവുകൾ, വേദത്തിൽ നിന്നുള്ള അറിവുകൾ എങ്ങനെ ഇവർക്ക് ഉപകാരപ്പെടുത്താം എന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ധർമ്മോത്സവം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലൊരുപാട് അഴിച്ചുപണികളും പുതിയ പുതിയ ആശയങ്ങളും കാര്യങ്ങളും വന്നിരുന്നു. അതിലെല്ലാം തീരുമാനിച്ച കാര്യങ്ങളാണ് സമൂഹത്തിലേക്ക് കൊടുക്കുന്നത്. ഇപ്പം നമുക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ലോകത്തേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു യൂണിവേഴ്സ് ഉണ്ടായിരുന്നു അവിടെ. അവരെയാണ് ബ്രാഹ്മണരെന്ന് വിളിച്ചുകൊണ്ടിരുന്നത്, ഈ ജാതി ബ്രാഹ്മണരല്ല. അവർ ചെറുപ്പം മുതലേ, ഇപ്പോൾ ഗർഭാധാനം മുതൽ ഒരു കുട്ടിയെ അവർ നിർമ്മിച്ചെടുത്ത് ഈ വേദസൂക്തങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതിലുള്ള കാര്യങ്ങളെ കണ്ടുപിടിച്ച് സമൂഹത്തിൽ എങ്ങനെ ഉപയോഗിക്കാം. ഒരു ക്ഷത്രിയന് ആയുധമായിട്ടും ശൂദ്രന് കൃഷി ആയുധങ്ങളായിട്ടും, ശൂദ്രൻ വെച്ചാൽ ഗുണങ്ങളാട്ടോ പറയണത്, ജാതിയല്ല പറയണത്. വൈശ്യനെ എങ്ങനെ കച്ചവടം ചെയ്യാൻ പറ്റും. ഒന്ന് യൂറോപ്യൻ കൺട്രീസ് കണ്ടില്ലേ, ആ ഡെവലപ്മെൻറ്റ് കണ്ടു കേട്ടോ, അവരുടെ വ്യവസായത്തിൻ്റെ രീതികൾ കണ്ടോ. അതൊക്കെ ഇതിന്നുള്ള ഒരു അറിവ് തന്നെയാണ്. അങ്ങനെ അറിവുകൾ നേടാൻ വേണ്ടിയിട്ടായിരുന്നു അന്നത്തെ ധർമ്മോത്സവങ്ങൾ ഉണ്ടായിരുന്നത്, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ. ഇത് കുറെ കാലം കഴിഞ്ഞപ്പോൾ അധികാരം എന്നുള്ള സംഭവം വന്നുകൊണ്ടാണ് എന്താ വെട്ടുമുത്തകളായിട്ടുള്ള മറ്റേ നിലപാട് ഒരു അത്യാചാരം കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത്. ഒരു 17 വയസ്സുള്ള ആൾക്കാരും 25 വയസ്സുള്ള യുവാക്കളാണ് പോയി വെട്ടി മരിക്കുകയാണ് അവിടെ. ഒരു തവണ മരിച്ചു വീണ് കഴിഞ്ഞാൽ അവനോട് പറയണത്, ഇനി നീ വീണ്ടും ജനിച്ചു വരുന്ന, ഇതിപ്പോൾ പറയാലോ അല്ലേ, കൂടെ പറയാലോ അല്ലേ, ഞങ്ങളുടെ നാട്ടിൽ വള്ളുവനാട്ടിൽ ഒരു ആചാര ഇതുണ്ട്, ഭുവനേശ്വരി കർമ്മം എന്നൊരു ആചാരമുണ്ട്. പണ്ട് അത് വെറും ഭുവനേശ്വരി കർമ്മം മാത്രം ഉണ്ടായിരുന്നത്. ദേവിയുടെ ഗുരുഗണപതി പൂജ കഴിക്കുന്നു, പീഠപൂജ കഴിക്കുന്നു, ദേവി ആവാഹിച്ചിരുത്തുന്നു, ആവരണ പൂജ ചെയ്യുന്നു, അങ്ങനെ ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളായിരുന്നു. അതിൻ്റെ ശേഷം ഈ മരണങ്ങൾ നടക്കാൻ തുടങ്ങിയ ശേഷം ഈ പുനർജന്മം എന്നൊരു സംഭവം വരാൻ തുടങ്ങി. ജനിച്ചേ പറ്റൂ, ഈ ഒരു വ്യക്തി കുടുംബത്തിൽ മരിച്ചുപോയി, അവൻ ജനിച്ചേ പറ്റൂ. അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഭുവനേശ്വരിയുടെ കൂടെ പ്രേതാരാധന എന്നൊരു സംഭവം തുടങ്ങി. ഈ പാത്രസ്ഥാപനത്തിൽ നമ്മൾ ശ്രീപാത്രം, ഗുരുപാത്രം, ആത്മപാത്രം അങ്ങനെ പാത്രങ്ങൾ നിരത്തിയിൽ പ്രേത കലശം എന്നൊരു കലശം പിന്നീട് ആഡ് ചെയ്തതാണ്. കാരണം ഒരു 12-ാം നൂറ്റാണ്ടിലുള്ള ഗ്രന്ഥങ്ങളിലൊന്നും പ്രേതകലശത്തെക്കുറിച്ച് പറയുന്നില്ല. 20-ാം നൂറ്റാണ്ടിന് ശേഷമാണ് പ്രേതകലശത്തെക്കുറിച്ച് ശരിക്കും പറയുന്നത്. അത് വെച്ച് പ്രേതത്തെ പുനർജനിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഒരു നായർ തറവാടുകളിൽ ഒരു ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒരു പീഠം നിർമ്മിച്ചിട്ട് കിരിയത്ത് നായരെ വിളിച്ച് ഒരു കർമ്മം ചെയ്യും. എന്നിട്ട് ഈ മരിച്ച ആത്മാവിനെ ഈ പീഠത്തിലേക്ക് കയറ്റും. എന്നിട്ട് ഭുവനേശ്വരിയുടെ കൂടെ കൊണ്ടുവച്ചിട്ട് ഒരു ശാക്തേയ പൂജ, ഒരു 3-4 ശാക്തേയ പൂജ കഴിച്ച് ഈ ആത്മാവിനെ ഭുവനേശ്വരിക്ക് ലഭിക്കും. ഉടനെ ഒരു 4-5 കൊല്ലം കൊണ്ട് ഈ വ്യക്തി ഇതിൽ പുനർജനിക്കുകയാണ്. അടുത്ത മാമാങ്കത്തിലേക്കുള്ള നായരെ ഉണ്ടാക്കുകയാണ്, അവൻ പണിക്കരെ ഉണ്ടാക്കുകയാണ്. കഴിഞ്ഞ ജന്മത്തിലെ അറിവുകളും ഒരു 7 വയസ്സ്, ആ വ്യക്തി ഒരു 7 വയസ്സാകുമ്പോഴേക്കും അവൻ ഉപേക്ഷിച്ച ആയുധം വരെ അവൻ കണ്ടെത്തുന്ന പറയാം. അവൻ എഴുതി വെച്ച ഗ്രന്ഥം വരെ ഇത് ഞാൻ എഴുതിയ ഗ്രന്ഥാന്ന് പറഞ്ഞിട്ട് എടുക്കും, ഇത് എൻ്റെ ആയുധാന്ന് പറഞ്ഞിട്ട് എടുക്കാൻ തുടങ്ങും അത്രേ. അങ്ങനെ ട്രെയിൻ ചെയ്യണം അവരെ. പക്ഷേ ഞങ്ങളുടെ നാടിന് ഏറ്റവും ഒരു അപമാനമാണിത്. ഒരു വേറെ രാജാവ് കുറച്ച് ആൾക്കാർ സാമുദ്രിയുടെ ആൾക്കാർ വീട്ടിൽ കയറുന്ന നിലപാടിൽ നിന്നുള്ള രാജാവിനെ വെട്ടിക്കൊല്ലുകയാണ്. ഈ വള്ളുവനാടിൻ്റെ ഭൂഗർഭത്തിൽ ഉണ്ടാവുന്ന വെള്ളം കുടിച്ച് വെള്ളുന്ന, ഇപ്പോൾ എനിക്ക് പറയുമ്പോൾ തന്നെ രോമാഞ്ചം വരുന്നുണ്ട്. ഞാൻ ഈ സമ്പ്രദായത്തിലുള്ളവനല്ല, പക്ഷെ ഞാനിപ്പോൾ ആചരിക്കുന്നത് ആ കളരി വീരന്മാരുടെ വിദ്യ ആയതുകൊണ്ട്, ആ പാത്രസാമ്യത്തിലെ പാത്രം സ്വീകരിച്ച കാരണമാണ് നമുക്ക് ഈ ശൗര്യം വരുന്നത്. അപ്പോൾ ഈ മാമാങ്കഭൂമി എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു നിയോഗമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഒരുപാട് അനേകം പേരുടെ ശവസംസ്കാരം പോലും ചെയ്തിട്ടില്ല, കെട്ടി വലിച്ചു കൊണ്ടിട്ട് കിണറിലിട്ടിട്ട് താത്തിയതാണ്. ഞാനൊരു 10 കൊല്ലം മുന്നേ ഒരു സ്വപ്നം കണ്ടിട്ടുള്ളതാണത്. കാരണം ഒരുത്തൻ്റെ ശരീരം ചവിട്ടി താത്തുമ്പോൾ കുറേ അവൻ നോക്കി നിൽക്കുന്നത് ഒരു രംഗം, നമ്മൾ മാന്യമായ ശവസംസ്കാരം പോലും അവിടെ നടക്കുന്നില്ല. അങ്ങനെ ഒരു വീരന്മാരുടെ എന്താ പറയുക രക്തച്ചൊരിച്ചിലുണ്ടായിരുന്ന ഒരു നാടാണ്. ആ രക്തപ്പുഴയ്ക്കൊരു പരിഹാരം തേടാതെയും കണ്ട് നമുക്കൊരിക്കലും ഇത് സമാധാനപരമായിട്ട് തീർക്കാൻ സാധിക്കില്ല. ഇതിൻ്റെ ആദ്യത്തെ എന്താ പറയുക പദ്ധതി തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ എതിർപ്പുകളും കാര്യങ്ങളും തുടങ്ങുന്നത്. ആ എതിർപ്പ് വേറെ എവിടെ നിന്നല്ല, അതിൻ്റെ ഉള്ളിൽ തന്നെയാണ്, ആ മണ്ണിൽ നിന്ന് തന്നെയാണ്. ആ രക്തക്കറ മായാൻ വേണ്ടിയിട്ട് എൻ്റെ പൂജയോ അല്ലെങ്കിൽ ഒരു വൈദികൻ്റെ പൂജയോ ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു, അപ്പോൾ ഇത് നിർമ്മിച്ച ആ വ്യക്തി, ആ മണ്ഡലേശ്വരൻ എന്ന മഹാൻ ഇത് കണ്ടറിഞ്ഞിട്ടുള്ള ആൾ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഇതൊക്കെ അദ്ദേഹം അദ്ദേഹത്തിൽ വന്ന് ചേരുകയാണ്. ഈ നിയോഗം അദ്ദേഹത്തിലൂടെ നടക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന് എന്തെങ്കിലും പൂർവ്വജന്മ ബന്ധങ്ങൾ ഉണ്ടാവും, നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നത്തെ കാലമാണ് ജീവിക്കാൻ സുഖം. ഇന്ന് മനുഷ്യാവകാശത്തിന് ഒരുപാട് എന്താ പറയുക പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഞാൻ ആലോചിച്ചില്ലേ, പണ്ട് മീഡിയൽ വേൾഡിൽ മനുഷ്യൻ്റെ നഖം പറിച്ചെടുക്കാനും വായ പൊളക്കാനൊക്കെ വേണ്ടിയിട്ട് ആയുധങ്ങളും മെഷീനറിയൊക്കെ കണ്ടുപിടിച്ചിരുന്ന എത്ര ശാസ്ത്രജ്ഞന്മാർ. ഇന്നതില്ലല്ലോ, ഇന്നങ്ങനെയും ചെയ്യുന്നില്ലല്ലോ. 2-ാം ലോക മഹായുദ്ധത്തിൽ പട്ടാളക്കാരെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്നു അത്ര. അതൊക്കെ മനുഷ്യൻ മാറി വരികയാണ്. ഇന്ന് ഒരു പോലീസുകാരെ നമ്മൾ ഉപദ്രവിച്ചാൽ പോലും മനുഷ്യാവകാശം വയ്ക്കാൻ പറ്റില്ലേ? നമ്മൾ അതിലേക്കാണ് പോകേണ്ടത്. വലിയൊരു യുദ്ധം നടന്നിട്ട് വലിയൊരു തെറ്റാണ് നമ്മുടെ പൂർവികർ നമ്മുടെ ചെയ്തുകൊണ്ടിരുന്നത്. ആരോട്? ഈ പ്രകൃതിയോട്.
വെറുതെ ഇരുന്ന സുന്ദരമായ ഒരു ജീവിതത്തിനെ നശിപ്പിക്കാൻ വേണ്ടി യുദ്ധങ്ങൾ ഉണ്ടാക്കിയ ഒരു തലമുറയായിരുന്നു നമ്മുടെ പൂർവിക തലമുറ. നമ്മളത് മാറി ജാതി മതം ഇതൊന്നുമില്ലാതെയും കണ്ട് നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്നിട്ട് ഈ പൂജകളിലൂടെ നമ്മൾ മുന്നോട്ട് വരണം. പൂജയല്ല നമ്മുടെ ഉദ്ദേശം, ആ കൂട്ടായ്മയാണ് ഉദ്ദേശം. അതിന് ദേവിയെ കൂട്ടുപിടിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഞങ്ങൾ കളരിയിൽ ആയുധം വെച്ചിട്ടുള്ള പൂജയാണ് ഞങ്ങളുടെ കയ്യിൽ. അപ്പോൾ അതിന് കളരി ഉപയോഗിക്കുന്ന വാളും പരിചയമൊക്കെ ഞങ്ങൾ അവിടെ കൊണ്ട് സമർപ്പിച്ചിട്ടാണ് പൂജ കഴിക്കുക. അപ്പോൾ ഈ ആ ഒരു അശാന്തമായൊരു ഭൂമി ഈ ക്രിയാപദ്ധതികളെല്ലാം കഴിയുന്നതോട് കൂടിയിട്ട് തെളിഞ്ഞ ഒരു അവസ്ഥ തീർച്ചയായിട്ടും മാറണം. അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ വിശ്വാസം. അതിനുള്ള ഒരു മാസത്തെ ഞങ്ങൾ ഉപാസനയൊക്കെ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു 6-5 കുംഭമേളകളൊക്കെ ഇതുപോലെ ഇങ്ങനെ കഴിയുമ്പോഴേക്കും പിന്നെ ആ മഹാന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഭൂമിയിൽ കാല് വെക്കുമ്പോഴേക്കും ആ പാപത്ത് നമ്മൾ മുക്തി നേടണം. ആ പാപത്ത് നിന്ന് മുക്തി നേടിയാൽ മാത്രമാണ് നമുക്ക് ജ്ഞാനം ലഭിക്കുള്ളൂ. അപ്പോൾ പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഇത് ഏതെങ്കിലും ജാതിക്കോ മതത്തിനോ വേണ്ടിയുള്ളതല്ല. ഒരു രാജ്യത്തിൻ്റെ, രാഷ്ട്രത്തിൻ്റെ, എല്ലാവരുടെയും ശുദ്ധമായ മനസ്സിൻ്റെ ഒരു ശാന്തതയുടെ എല്ലാം ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ്. അതിനാരൊക്കെയോ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഇദ്ദേഹവും അതിൽ ഒരു ദിവസത്തെ പൂജ ചെയ്യുന്ന ആളാണ്. അതിലേക്ക് എല്ലാവരും പങ്കെടുക്കുക, പരമാവധി അതിലെത്താൻ ശ്രമിക്കുക. പരിമിതികളുണ്ടാകാം, കാരണം ആദ്യമായി സംഘടിപ്പിക്കപ്പെടുന്നൊരു കുംഭമേളയാണ് കേരളത്തിൽ. 250 വർഷങ്ങൾക്ക് മുമ്പ് നിരോധിച്ചതാണ്. അതിനുമുമ്പ് ഹൈദരലി ടിപ്പു എല്ലാം തകർത്തതാണ്. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്തുള്ള പരിമിതികളെല്ലാം തന്നെ പരാതികൾ പറയാതെ ഒരു നിമിഷമെങ്കിലും അവിടെ ഒന്ന് നിൽക്കുക. എത്താൻ പറ്റാത്ത ആൾക്കാർ വീട്ടിൽ വിളക്ക് വെച്ച് ഒരു പുഷ്പം അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അതിനും കഴിയാത്തവർ മനസ്സിലെങ്കിലും ഞാനും ഇതിൻ്റെ കൂടെയുണ്ടെന്ന് സങ്കല്പിക്കുക. ഈ വിശാലമായ സനാതന സംസ്കാരത്തിൻ്റെ ആ മൂല്യങ്ങളിലേക്ക്, ആ വിരാട് രൂപത്തിലേക്ക് സ്വയം അലിഞ്ഞു ചേരുക എന്ന് പറഞ്ഞ് നമസ്കാരം.